ഉള്ള സാഹചര്യം ഉണ്ടാക്കിയത് ബുഹാരി സാറ്. അദ്ദേഹം പല സ്ഥലങ്ങളിൽ പോയി പല സ്റ്റേറ്റുകളിലും പല ഭാഷകളിലും പലതരം ബിരിയാണികൾ ഉണ്ടാക്കി പഠിച്ച് അതിൽ നിന്ന് നമുക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ബിരിയാണി, എന്താണ് അതിൻ്റെ സ്റ്റൈല് എന്നതിനെ കുറിച്ചിട്ട് ഇവിടെ വന്നപ്പോഴാണ് നമുക്കത് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടിയത്. ഉടനെ പറഞ്ഞിട്ടില്ലെങ്കിലും അതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ദം ബിരിയാണികൾ ഞാൻ പല ഭാഗത്തും കണ്ടിട്ടുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുടെ കടയിലും മറ്റെല്ലാം കണ്ടിട്ടുണ്ട്. ഇവിടെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ച് അതിന് കൂടെ നമ്മളൊരു ഭാഗമായി ബാക്കി കാണിച്ചാൽ പറഞ്ഞിട്ട്. അപ്പം ആ കുറെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി എടുക്കുന്നത് ഒരു വ്യത്യാസമായിട്ടുള്ള രീതി, ഒരു കൂട്ടായ്മ, അങ്ങനെ എല്ലാവരും കൊണ്ടും നല്ലൊരു സെറ്റപ്പാണ്. നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നാൽ അതൊരു വിജയമാക്കി കഴിയുമെന്ന്. ബിസിനസ് ചെയ്തിട്ട് എന്തോ 40 ലക്ഷം സമ്പാദിച്ചു പറഞ്ഞില്ലേ? അതെ, അതിനെ കുറിച്ചൊന്നും പറഞ്ഞു. അത് ചായ, കടിയും ചായയും സ്നാക്സും ചായ, വേറൊന്നുമില്ല. അത് വെച്ചിട്ട് ഞാനൊരു 40 കൊല്ലം കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. ചെറിയൊരു കട, കുഞ്ഞു കടയാണ്. അത് 50 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. അത് ടൗണിൻ്റെ നല്ലൊരു ഭാഗത്തായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിനൊരു 40 ലക്ഷം രൂപയ്ക്ക് വീടൊക്കെ വാങ്ങി അത് സമ്പാദിച്ചിട്ട് തന്നെയാണ് പാലക്കാട്. പക്ഷെ അത് വേറെ കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു. സങ്കടമില്ല, സന്തോഷമുള്ളൂ. കാരണം എൻ്റെ പോലെ ഇന്ന് പഠിച്ച് അവൻ ഓർഡർ മാനേജ്മെന്റ് പഠിച്ചു. അതിൻ്റെ കോഴ്സുകളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ജോലിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ മാസം. എന്തായാലും ഒരു ഫ്രാഞ്ചൈസി ഉടനെ ചെയ്യാം. ആ മോള് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെ, കട നിർത്തിയിട്ടില്ല. കച്ചവടം കുറഞ്ഞു, സ്റ്റാഫുകൾ കുറഞ്ഞു, ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിസിനസ്സൊക്കെ കുറഞ്ഞു, അതിൻ്റെ സാഹചര്യങ്ങൾ മാറി, അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. സാമ്പത്തികം ഒരു പ്രധാന ഘടകമാണല്ലോ, അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതെനിക്ക് അറിയുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. നമ്മൾ ഒരിക്കലും ബിരിയാണി ചെയ്ത് അതിൽ പരാജയപ്പെട്ടതാണ്. അതിന് കാരണം ഒരു സ്റ്റാഫിനെ വെച്ച് ബിരിയാണി ചെയ്തു. 80 രൂപയ്ക്ക് അത് ബിരിയാണി കിട്ടും. എല്ലാവരും കൈയടിച്ചു. ബിരിയാണി പണ്ട് ചൊല്ലി പറഞ്ഞ പോലെ ഇപ്പോൾ 72 രൂപ ബിരിയാണിക്ക് ചിലവ്, 80 രൂപയ്ക്ക് വെക്കും. എനിക്കൊരു ബിരിയാണി അധികമില്ല. അതിന് 4 മാസം നടത്തിയ അവസാനം കൂട്ടി. പിന്നെ ശരിയാക്കാം. അപ്പൊ അതിനൊന്ന് ഇനിയൊന്ന് റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ബുഹാരി സാറിൻ്റെ കിട്ടിയതും. ആയിക്കോട്ടെ. അപ്പൊ എന്നാലും ആ ഒരു സാർ പറഞ്ഞതും ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് മതി എനിക്ക് മുന്നോട്ട് പോകാൻ. ഇതന്നെ. ഓക്കെ.